ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. പറയൂ. സന്തോഷം. എങ്ങനെയാണ് ഇനി പാർട്ടിയുടെ പുതിയ പുതിയ പരിപാടികളൊക്കെ എങ്ങനെയാണ്? കാരണം ഇനി 2 തിരഞ്ഞെടുപ്പ് കൂടി വരാൻ പോവുകയാണല്ലോ. അല്ല, തീർച്ചയായിട്ടും നോക്കൂ, ഇത് ഒരു നൈരന്തര്യം തന്നെയാണ്. മുൻ സംസ്ഥാന അധ്യക്ഷന്മാരും നിലവിൽ പുതിയ സംസ്ഥാന പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ കോർ ഗ്രൂപ്പ് ചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് കേരളത്തിൽ നടത്തുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള മുദ്രാവാക്യം എന്ന് പറയുന്നത് തന്നെ വികസിത കേരളം എന്നുള്ളതാണ്. അപ്പൊ വികസിത കേരളം എന്നുള്ളത് അധികാര കേന്ദ്രങ്ങളിൽ, അത് ആളുകളെ ഭരിക്കാൻ വേണ്ടിയിട്ടല്ല, ആളുകൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ വേണ്ടി അധികാര കേന്ദ്രങ്ങളിലേക്ക്, അത് പഞ്ചായത്ത് പ്രസിഡന്റ് ആകട്ടെ, കോർപ്പറേഷൻ ആകട്ടെ, MLA മാരാകട്ടെ, അധികാര കേന്ദ്രങ്ങളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ വ്യക്തികളെ, അതായത് ജയിക്കാൻ ആവശ്യമായ രീതിയിലേക്ക് ജനം സ്വീകരിക്കുന്ന ഒരവസ്ഥ, ആ അവസ്ഥ പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് വികസിത കേരളത്തിന് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. എന്താണോ അഖിലേന്ത്യാ തലത്തിൽ, ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി ഉദ്ദേശിക്കുന്നത് സബ്കാ സാത്ത് സബ്കാ വികാസ്, എല്ലാവരോടുമൊപ്പം എല്ലാവർക്കും വികസനം എന്നുള്ളത് കേരളത്തിൽ ഞങ്ങൾക്ക് പ്രാവർത്തികമാക്കണമെങ്കിൽ ഇപ്പോൾ 2 കേന്ദ്രമന്ത്രിമാരെ കേരളത്തിന് കിട്ടിയിട്ടും ആ കേന്ദ്രമന്ത്രിമാരുമായിട്ട് കേരളത്തെ കുറിച്ച് ഒരടച്ചിട്ട മുറിയിലെങ്കിലും ഒരു 5 മിനിറ്റ് ചർച്ച നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ നിമിഷം വരെ നടത്താൻ സാധിച്ചിട്ടില്ല. അതിനർത്ഥം വികസിത കേരളം എന്നുള്ളത് ദേശീയ തലത്തിൽ BJP ഭരണരംഗത്തുള്ളത് കൊണ്ട് കേരളത്തിൽ ഒരു വികസിത കേരളം വേണമോ വേണ്ടയോ എന്നുള്ള ശങ്കയാണ് ഇപ്പോഴും അവർക്കുള്ളത്. എന്നാൽ ഞങ്ങളെടുത്തിട്ടുള്ള ദൃഢപ്രതിജ്ഞ എന്ന് പറയുന്നത് മാറാത്തത് ഇനി മാറും എന്നുള്ളതാണ്. അപ്പൊ എനിക്കൊരു ചുമതല വന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ അതിൽ ചിന്തിക്കുന്നത്, മനസ്സിലാക്കുന്നത്, ഇന്ന് നമ്മൾ വീടിനകത്ത് 1 ദിവസമോ 2 ദിവസമോ ലിഷർ ടൈം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതുകൂടി ഇല്ലാതാകും എന്നുള്ളതാണ്. കാരണം ഇന്നിരുന്ന ചുമതലയിൽ നിന്ന് കൂടുതൽ ഉയർന്ന പൊസിഷനിലേക്ക് നമ്മൾ ഇരിക്കുമ്പോൾ ആളുകളുടെ കൂടുതൽ ചോദ്യങ്ങൾക്കും ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കൂടുതൽ ജോലിയും നമ്മൾ ചെയ്യാൻ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഉയർച്ചയിലേക്ക് നമ്മൾ പോകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ പാർട്ടിയുടെ ചുമതല എന്നുള്ളത് കൃത്യമായി ഒരു ജോലിയായിട്ട് തന്നെ കണക്കാക്കിക്കൊണ്ട് മനുഷ്യർക്കിടയിലേക്ക്, സഹോദരി സഹോദരന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ ദൗത്യം. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഇപ്പോൾ ഈ മുൻ DGP R ശ്രീലേഖ അടക്കം, ഷോൺ ജോർജ് അടക്കം 10 പുതിയ വൈസ് പ്രസിഡന്റുമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു സാന്നിധ്യം കൂടുതൽ പാർട്ടിയെ കരുത്തുറ്റതാക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പം നിലമ്പൂർ തിരഞ്ഞെടുപ്പിലൊക്കെ നേരിയ രീതിയിലെങ്കിലും പാർട്ടിക്ക് നില മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടല്ലോ. അല്ല, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മൾ ഒരു സംസ്ഥാന ഭാരവാഹി യോഗം നമ്മൾ ചേരുന്നു. നമ്മൾ അറിവും കഴിവും എന്ന് പറയുന്നത് പല മേഖലകളിലുമുള്ള ആളുകൾക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള വലിയ കഴിവുകൾ ഉണ്ടാകും. ആ കഴിവുകളെല്ലാം പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഉപയുക്തമാക്കുക എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു മുതൽക്കൂട്ടായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു അവർ. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ള പല ദൗത്യവും BJP ഘടകത്തിന്. വളരെയധികം നന്ദി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, നമുക്കൊപ്പം ചേർന്ന്